ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു മുടി എടുത്തിട്ട് അതിലേക്ക് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം. അതിന് ഒരു മിനിറ്റോ 2 മിനിറ്റോ ശേഷം നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇത് ചെയ്യുന്നത് പോറോസിറ്റി ടെസ്റ്റ് ആണ്. പോറോസിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ മോയ്സ്ചർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മുടിയുടെ മോയ്സ്ചർ എങ്ങനെ അറിയാന്ന് വെച്ചാൽ നമ്മുടെ മുടിയുടെ സ്കിന്ന് പോലെയാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ആ ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയിട്ടും ക്ലോസ് ആയിട്ടും ഒക്കെ ഉണ്ടാവും. 3 ടൈപ്പ് ഓഫ് പോറോസിറ്റി ആണ് ഉള്ളത്. ലോ പോറോസിറ്റി, മീഡിയം പോറോസിറ്റി ആൻഡ് ഹൈ പോറോസിറ്റി. ലോ പോറോസിറ്റിയിൽ ഇത് ടൈറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കും. മീഡിയം പോറോസിറ്റിയിലാണെങ്കിൽ സ്ലൈറ്റ്ലി ഓപ്പൺ ആയിരിക്കും. അതുപോലെ ഹൈ പോറോസിറ്റിയിൽ ഇത് വൈഡ് ഓപ്പൺ ആയിരിക്കും. ഇപ്പൊ നമ്മൾ മോയ്സ്ചർ ഇതിലേക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചു പോകും. അപ്പോ ഈ ടെസ്റ്റില് നമ്മൾ അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ മുടി ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ലോ പോറോസിറ്റി ആണ്. ഇതൊരു മിഡിലായിട്ട് സിങ്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മീഡിയം പോറോസിറ്റി. ഈ മുടി താഴേക്ക് ഇറങ്ങിപ്പോയാൽ ഹൈ പോറോസിറ്റി. ഈ ടെസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇതിന്റെ റിസൾട്ട് താഴെ കമന്റ് ചെയ്യുക. പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ചാണ്. ഒരു ജനിച്ച കുട്ടിയുടെ മുടി എന്ന് പറയുന്നത് ലോ പോറോസിറ്റി ആയിരിക്കും. കാരണം ആ മുടിയുടെ ക്യൂട്ടിക്കിൾ നല്ലവണ്ണം അടഞ്ഞാണ് ഇരിക്കുക. പിന്നീട് അത് എൻവിറോൺമെന്റുമായി തട്ടി വെയില്, UV റൈസ്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂയിലെ സിലിക്കൺ, പാരബൻ തുടങ്ങിയ ഹാർഷ് കെമിക്കൽസ് കാരണം അത് ലോ പോറോസിറ്റിയിൽ നിന്നും മീഡിയം പോറോസിറ്റിയിലേക്ക് മാറും. മീഡിയം പോറോസിറ്റി ആണ് എപ്പോഴും നല്ലത്. അതിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് എപ്പോഴും നല്ലത്. നമ്മുടെ മുടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്, സ്ട്രൈറ്റനിങ്, ഹെയർ ഡ്രയർ കൂടുതൽ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നത് കാരണം ക്യൂട്ടിക്കിൾ ക്ലോസ് ആയി നിൽക്കാനുള്ള പവർ കുറയും. ഇത് ഹൈ പോറോസിറ്റിക്ക് കാരണമാകും. മുടി നനയ്ക്കുമ്പോൾ ഹൈഡ്രേഷൻ പെട്ടെന്ന് അകത്തേക്ക് കയറുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഇങ്ങനെ ഹൈ പോറോസിറ്റി ഉള്ളവർക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് 1000 ലീഫ് നൗറിഷിംഗ് ഹെർബൽ ഓയിൽ ഓയിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുവിധം ഡ്രൈനസിനും മുടി പൊട്ടിപ്പോകുന്നതിന് എല്ലാം നല്ല ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ നൗറിഷിംഗ് ഹെർബൽ ഓയിൽ ഒരു പാത്രം ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ക്യൂട്ടിക്കിൾസ് ഒന്ന് ഓപ്പൺ ആയിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗുണം ചെയ്യുന്നതാണ്. ഇനി ചിലവർക്ക് മിക്സഡ് പോറോസിറ്റി ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ടെസ്റ്റോ അല്ലെങ്കിൽ ബം ടെസ്റ്റോ ചെയ്യാവുന്നതാണ്. ഡ്രൈ ടെസ്റ്റ് എന്ന് പറയുന്നത് കുളി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ടെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആണ്. ഇനിയെല്ലാം കുറെ സമയമെടുത്താണ് ഉണങ്ങുന്നുണ്ടെങ്കിൽ അത് ലോ പോറോസിറ്റിയോ അല്ലെങ്കിൽ നോർമൽ പോറോസിറ്റിയോ ആയിരിക്കും. ഇനി ബം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു മുടിയുടെ സ്റ്റാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫിംഗേഴ്സ് കൊണ്ട് ഒന്ന് തലവിടാം. അപ്പോൾ നല്ല ബമ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആണ്. മുമ്പത്തെ വീഡിയോ കണ്ട് എത്ര പേർ ഹെയർ പോറോസിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ടെസ്റ്റ് ചെയ്തവർ താഴെ മെൻഷൻ ചെയ്യും.